ഹായ് ഗായ്സ്, എല്ലാവർക്കും ജർമ്മൻ മാഫിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടാണോ ജർമ്മനിയാണോ ഏറ്റവും നല്ലത്? നമുക്ക് കുറച്ച് കമ്പാരിസൺ നോക്കാം. നമ്മുടെ നാട്ടില് ജോലി കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന്. പക്ഷെ ജർമ്മനിയിൽ അങ്ങനെയല്ല. IT വർക്കേഴ്സ്, ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, എഞ്ചിനീയർമാര്, ഇവർക്കൊക്കെ പെട്ടെന്ന് ജോലിയും കിട്ടും, അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയും കിട്ടും. നോട്ട് ദ പോയിന്റ്, ജർമ്മനിയിൽ ടാക്സ് കൂടുതലാണ്. ഫ്രണ്ട്സ്, ഫാമിലി, ഫുഡ്, കൾച്ചർ, കസിൻസ്, അങ്ങനത്തെ ഒരു സമാധാനപരമായ ജീവിതമാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കേരളമാണ്, നമ്മുടെ നാടാണ്. പക്ഷേ നമുക്കൊരു വീട്, കാറ്, നമ്മുടെ എഡ്യൂക്കേഷൻ, ഒരു കല്യാണം, കുറെ ക്യാഷ്, ജീവിക്കാൻ ഒരു വരുമാനം, ഇതൊന്നും ഇല്ലെങ്കിൽ മറ്റേ സൈഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. സോ അങ്ങനെ വരുമ്പോൾ ജർമ്മനി തന്നെയാണ് ബെസ്റ്റ്. നോട്ട് ദ പോയിന്റ്, ജർമ്മനിയിൽ കാര്യങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ട്. ജർമ്മനിയിലെ ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇവിടുത്തെ റോഡുകൾ, ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. ഇവിടെ റൂൾസ് പ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടുത്തെ അപ്പോയിന്റ്മെന്റിന്റെ കാലതാമസവും ഇവിടുത്തെ ചികിത്സയുടെ കാലതാമസവും. പക്ഷെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ 100% അടിപൊളിയാണ്. ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറിനെ ഏത് ചികിത്സയ്ക്ക് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ബാഡാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും ട്രാഫിക് നിയമം പാലിക്കാത്ത ഡ്രൈവേഴ്സും. സോ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ജർമ്മനി അടിപൊളിയാണ്. കേരളത്തിലെ ലിവിംഗ് കോസ്റ്റ്, ഫുഡ്, റെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ചെലവ് കുറവാണ്. പക്ഷെ ജർമ്മനിയിലെ ടാക്സ്, റെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്ക് അതിനേക്കാളും സാലറി ഇവിടെ. നാട്ടിലെ വർക്കിംഗ് അവേഴ്സ് വളരെ കൂടുതലാണ്. പക്ഷെ ജർമ്മനിയിലെ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. എത്ര അവേഴ്സ് നീ ജോലി ചെയ്യുന്നു അതുപോലെ നിനക്ക് റെസ്റ്റ് എടുക്കാനും അവകാശമുണ്ട്. വീക്കെൻഡ് നോർമലി അവധിയായിരിക്കും. അതുപോലെ വെക്കേഷൻസും വളരെ കൂടുതലുണ്ട്. നമ്മുടെ നാടാണോ ജർമ്മനിയാണോ നല്ലത് എന്നുള്ളത് ചെറിയൊരു കമ്പാരിസണിലൂടെയാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ ഗോൾ അനുസരിച്ച് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ഫാമിലി, ഫ്രണ്ട്സ്, സമാധാനപരമായ ഒരു ജീവിതം, ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതായിരിക്കും സേഫ്. പക്ഷേ നമ്മുടെ കരിയർ ഗ്രോത്ത്, ബെറ്റർ ലൈഫ്, ക്യാഷ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലുള്ള കൺട്രീസിൽ വന്ന് സെറ്റിൽ ആവുന്നതായിരിക്കും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ, കാശുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കാം, കാശില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും രാജ്യത്തിൽ കയറിപ്പോയി രക്ഷപ്പെടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അവരവർ തീരുമാനിക്കുക ഏതാണ് അവരവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.